സുഹൃത്തുക്കളെ, യുദ്ധങ്ങൾ മാറുകയാണ്. മുൻകാലങ്ങളിൽ ശത്രുവിനെ നേരിട്ട് കണ്ട് വെടിയുതിർക്കുന്ന രീതിയായിരുന്നു എങ്കിൽ ഇന്നത്തെ യുദ്ധക്കളങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഇന്നത്തെ ആയുധങ്ങൾക്ക് വഴി കാട്ടുന്നത് ബഹിരാകാശത്തുള്ള സാറ്റലൈറ്റുകളിൽ നിന്നും വരുന്ന അദൃശ്യമായ തരംഗങ്ങളാണ്. ഈ സാറ്റലൈറ്റ് സിഗ്നലുകളെ അറുത്തുമാറ്റാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ കൃത്രിമം കാണിക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശത്രുക്കളുടെ അത്യാധുനിക മിസൈലുകൾ വെറും ഇരുമ്പ് കഷ്ണങ്ങളായിട്ട് മാറും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്നും പ്രത്യേകിച്ച് നാവികസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന അതിഗംഭീരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശത്രു രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റങ്ങളെ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചിരിക്കുന്നു. വരുംകാല യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് നിർണായക മുൻതൂക്കം നൽകുന്ന 449 കോടി രൂപയുടെ ഈ സുപ്രധാന കരാറിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. 2026 ജൂൺ 10 ബുധനാഴ്ച ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ചരിത്രപരമായ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. നമ്മുടെ പ്രതിരോധ മന്ത്രാലയവും ബംഗളൂരു ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന എക്കോർഡ് സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും തമ്മിലാണ് 449 കോടി രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നത്. പ്രതിരോധ സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചടങ്ങ്. ഇന്ത്യൻ നാവികസേനയുടെ പോർക്കപ്പലുകളിൽ ഉപയോഗിക്കുന്നതിനായിട്ട് 20 അത്യാധുനിക ECGNSS ജാമറുകൾ എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് കേപ്പബിലിറ്റി ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമേഴ്സ് നിർമ്മിച്ചു നൽകുക എന്നതാണ് ഈ കമ്പനിയുടെ ചുമതല. ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ബൈ ഇന്ത്യൻ IDDM എന്ന കാറ്റഗറിയിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. IDDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിജിനസ്ലി ഡിസൈൻഡ്, ഡെവലപ്ഡ് ആൻഡ് മാനുഫാക്ചേർഡ്, അതായത് തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ജാമറുകളുടെ 75%-ലധികം ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നവയാണ്. നമ്മുടെ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇത്. എന്താണ് ECGNSS ജാമർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പദമാണ് GNSS അഥവാ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴി കണ്ടുപിടിക്കാനായിട്ട് മൊബൈലിൽ ഗൂഗിൾ മാപ്പും GPS സംവിധാനം ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ഇതുപോലെ ലോകത്തെവിടെയും കൃത്യമായ സ്ഥാനനിർണ്ണയം നടത്താൻ സഹായിക്കുന്ന ഉപഗ്രഹ സംവിധാനങ്ങളുടെ പൊതുവായ പേരാണ് GNSS. അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന GPS. ഇതിനു പുറമെ റഷ്യയുടെ ഗ്ലോനാസ്, യൂറോപ്പിന്റെ ഗലീലിയോ, ചൈനയുടെ ബൈഡു, അതുപോലെ ഇന്ത്യയുടെ സ്വന്തം നാവിക്, ഇതെല്ലാം GNSSന്റെ ഉദാഹരണങ്ങളാണ്. ആധുനിക കാലത്തെ യുദ്ധങ്ങളിൽ ശത്രുക്കളുടെ പോർക്കപ്പലുകൾ, ചാവേ ഡ്രോണുകൾ, ലക്ഷ്യസ്ഥാനം തേടി പോകുന്ന ഗൈഡഡ് മിസൈലുകൾ, അതുപോലെ മറ്റ് മിലിറ്ററി നെറ്റ്വർക്കുകൾ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈ സാറ്റലൈറ്റ് നാവിഗേഷൻ സിഗ്നലുകളെ അടിസ്ഥാനമാക്കിയാണ്. തങ്ങളുടെ ലക്ഷ്യം എവിടെയാണെന്ന് ഈ ആയുധങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഉപഗ്രഹങ്ങളാണ്. ഇവിടെയാണ് ഇന്ത്യ പുതുതായി വാങ്ങുന്ന ECGNSS ജാമറുകൾ രംഗത്തെത്തുന്നത്. ഈ ഉപകരണത്തിന് പ്രധാനമായിട്ടും 2 രീതിയിൽ ശത്രുക്കളുടെ ആയുധങ്ങളെ നിർവീര്യമാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് സിഗ്നൽ ഡീഗ്രഡേഷൻ, അതായത് ശത്രുക്കളുടെ ആയുധങ്ങൾക്കും അവരുടെ സാറ്റലൈറ്റിനും ഇടയിലുള്ള ആശയവിനിമയ സിഗ്നലുകളെ ഇത് തടസ്സപ്പെടുത്തും. അതായത് ജാമർ പ്രവർത്തിക്കുമ്പോൾ ശത്രുവിൻ്റെ റിസീവറുകൾക്ക് സിഗ്നൽ ലഭിക്കാതെ വരികയും അവർക്ക് അവരുടെ വഴി നഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ കഴിവായ സിഗ്നൽ സ്പൂഫിംഗ് ആൻഡ് ഡിസെപ്റ്റീവ് ജാമിംഗ്. ഇത് വെറുതെ സിഗ്നൽ കട്ട് ചെയ്യുന്ന പരിപാടിയല്ല, മറിച്ച് ശത്രുക്കളുടെ നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് തികച്ചും വ്യാജമായ വിവരങ്ങൾ നൽകി അവരെ പൂർണ്ണമായി വഴിതെറ്റിക്കുന്ന ഒരു മായാജാലമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു കപ്പലിനെ തകർക്കാനായിട്ട് ശത്രു ഒരു മിസൈൽ അയക്കുന്നു എന്ന് കരുതുക. ആ മിസൈൽ നമ്മുടെ കപ്പലിനടുത്തേക്ക് എത്തുമ്പോൾ ഈ ജാമർ പ്രവർത്തിക്കും. തുടർന്ന് ആ മിസൈലിൻ്റെ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ജാമർ വ്യാജ സിഗ്നലുകൾ അയക്കും. അതായത്, നീ പോകുന്ന വഴി തെറ്റാണ്, കപ്പലുള്ളത് അവിടെയല്ല മറ്റേടത്താണ്, അങ്ങോട്ട് തിരിയൂ എന്ന് പറഞ്ഞ് മിസൈലിൻ്റെ വഴി തിരിച്ചു വിടാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഒടുവിൽ ആ മിസൈൽ ലക്ഷ്യം തെറ്റി കടലിലെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് പതിക്കും. അങ്ങനെ ശത്രുക്കളുടെ സിസ്റ്റങ്ങളെ പൂർണ്ണമായും അന്ധരാക്കുന്ന അതിവിദഗ്ധമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഇത്. സൈനിക ഭാഷയിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് വാർഫെയർ എന്ന്. ഇന്ന് ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന മേഖലയുമാണിത്. ഇന്നത്തെ യുദ്ധക്കളങ്ങളിൽ തോക്കുകൾക്കും ബോംബുകൾക്കും അപ്പുറം
ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾക്കാണ് പ്രാധാന്യം. ഇതിൽ ആർക്കാണോ ആധിപത്യമുള്ളത്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡൊമിനൻസ് ഉള്ളത്, അവർക്കായിരിക്കും ഏത് യുദ്ധത്തിലും അന്തിമ വിജയം നേടാൻ കഴിയുക. ഇന്ത്യൻ നാവികസേന ഈ ഒരു മേഖലയിൽ കൈവരിക്കുന്ന ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് ഈ പുതിയ 20 ജാമറുകളുടെ വരവ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇത്രയും പണം മുടക്കി ഈ ഉപകരണം ഇപ്പം തന്നെ ആവശ്യമായിട്ട് വരുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ന് നിരവധി ഭീഷണികൾ നിറഞ്ഞ ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനെ ഒരു മൾട്ടി ത്രെറ്റ് എൻവയൺമെന്റ് എന്നാണ് സൈന്യം വിശേഷിപ്പിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ ചാരക്കപ്പലുകൾ, അന്തർവാഹിനികൾ, കടൽ കൊള്ളക്കാരുടെ അത്യാധുനിക ഡ്രോണുകൾ എന്നിവയെല്ലാം എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്തിയേക്കാം. ഇത്തരം സങ്കീർണമായ ചുറ്റുപാടുകളിൽ നമ്മുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ ജാമറുകൾ അത്യന്താപേക്ഷിതമാണ്. ഇവ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ ശത്രുക്കൾക്ക് നമ്മുടെ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ കപ്പലുകളെ ശത്രുക്കളുടെ റഡാറുകളിൽ നിന്ന് ഒളിപ്പിച്ചു നിർത്തുകയും അവയുടെ അതിജീവന ശേഷി, അതായത് സർവൈവബിലിറ്റിയും പോരാട്ട വീര്യവും പല മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാജ്യത്തിന്റെ സമുദ്ര വ്യാപാര പാതകൾ സുരക്ഷിതമാക്കുന്നതിലും ഇത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ മറ്റൊരു പ്രധാന വശം ഇതിൻ്റെ സാമ്പത്തിക സാങ്കേതിക മാനങ്ങളാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പൂർണ്ണമായിട്ടും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാണ്. വളരെ നാളുകളായിട്ട് ഇത്തരം നൂതന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾക്കായിട്ട് നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യ പുതിയൊരു ചരിത്രം കുറിക്കുന്നത്. ബംഗളൂരുവിലെ എക്കോഡ് സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റംസ് പോലെയുള്ള നമ്മുടെ സ്വന്തം സ്വകാര്യ കമ്പനികൾ ഇത്രയും വലിയ സാങ്കേതിക വിദ്യകൾ വിജയകരമായിട്ട് വികസിപ്പിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യ കേവലം വിദേശ സാങ്കേതിക വിദ്യകൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ നിന്നും അത് സ്വന്തമായി കണ്ടുപിടിച്ച് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാന രാജ്യം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം ഇന്ത്യയിലെ പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഓഹരികൾക്കും വലിയ ഉണർവാണ് നൽകുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ്, ഡേറ്റ പാറ്റേൺസ് തുടങ്ങിയ ആഭ്യന്തര കമ്പനികൾക്കെല്ലാം ഭാവിയിൽ വലിയ തോതിലുള്ള അവസരങ്ങളാണ് ഇത്തരം നീക്കങ്ങളിലൂടെ തുറന്നു കിട്ടുന്നത്. പ്രതിരോധ ഉപകരണങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കാനും ഭാവിയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവ കയറ്റുമതി ചെയ്യാനും ഇന്ത്യ ഇത് പ്രാപ്തമാക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ച ഈ 449 കോടി രൂപയുടെ ഇടപാട് കേവലം ഒരു കച്ചവടമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയിലേക്കും ഭാവിയിലേക്കുമുള്ള ഏറ്റവും മികച്ച ഒരു നിക്ഷേപമാണ്. സാങ്കേതികവിദ്യയുടെ ഈ പുതിയ യുഗത്തിൽ സ്വയം പര്യാപ്തതയുടെ പര്യായമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത്. അക്ഷീണം പ്രവർത്തിക്കുന്ന നമ്മുടെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും എന്തിനും സദാ സജ്ജരായിട്ട് നിൽക്കുന്ന ഇന്ത്യൻ നാവികസേനയ്ക്ക് നമുക്ക് വലിയൊരു സല്യൂട്ട് നൽകാം. സുഹൃത്തുക്കളെ, ഈ വലിയ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂട്ടുകാരിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് ഈ അഭിമാന വാർത്ത എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വാർത്തകൾ വളരെ ലളിതമായിട്ട് മലയാളത്തിൽ മനസ്സിലാക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.